ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഡിഷ് ഹരിയാലി ഫിഷ് ഫ്രൈ അഥവാ ഗ്രീൻ ഫിഷ് ഫ്രൈ. ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി 3-4 കഷ്ണം ചുവന്നുള്ളി, 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം ഇതിലേക്ക് 3-4 പച്ചമുളക് ഇടുക. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം മാറ്റാവുന്നതാണ്. ഇതിനുശേഷം ഒരു പിടി മല്ലിയില, അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി പുതിനയില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. വെള്ളം കുറച്ച് ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ ഫിഷ് നന്നായി വൃത്തിയാക്കി വരഞ്ഞതിന് ശേഷം ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത മിക്സ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് പുരട്ടി വെച്ച് അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിലേക്ക് ഒരു നാരങ്ങ 2ആയി മുറിച്ചതിന് ശേഷം അതിലെ ഒരു കഷ്ണം നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. നാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായി പാൻ എടുത്ത് ചൂടാക്കി എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില നിരത്തി വയ്ക്കുക. കറിവേപ്പിലയുടെ മുകളിലായി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് നിരത്തി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്താൽ മീനിൻ്റെ സ്വാദും രുചിയും കുറച്ചുകൂടി നല്ലതാവും. ഒരു വശം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്ത വശവും കൂടി മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് ഫ്രൈ ആണിത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹരിയാലി ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.